ഗുഡ് മോർണിംഗ്. ഓരോ ആഴ്ചയിലെയും ലേറ്റസ്റ്റ് ടെക് ന്യൂസുകൾ ഷെയർ ചെയ്യുന്ന വീക്ക്ലി ടെക് ന്യൂസ് സെഗ്മെന്റ് ആയിട്ടുള്ള സൺഡേ ടെക് ടൈമിന്റെ 66ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് വീക്ക് കുഞ്ചാക്കോവിന്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന മൂവി കാണണം എന്നുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ജോണറാണ് ക്രൈം ത്രില്ലർ എന്ന് പറയുന്നത്. പക്ഷെ ബിസി ആയിരുന്നു, കാണാനായിട്ട് സാധിച്ചില്ല. പറ്റിയ ഇന്ന് പോയി കാണണം എന്നുണ്ട്. വേറെ എന്താ, എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ എന്തായാലും വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് ഒരുപാട് ന്യൂസുകൾ പറയാനുണ്ട്. സോ ഫസ്റ്റ് ന്യൂസിലോട്ട്. ഒരുപാട് നാളായി കാത്തിരിക്കുന്ന ഐഫോൺ SE4, അങ്ങനെയല്ല പേര് വരുന്നത്, ഐഫോൺ 16e എന്നാണ് പേരിട്ടിരിക്കുന്നത്. ആ ഒരു ഫോൺ ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ശരിക്കും 16 സീരീസിലോട്ടൊന്നും ഈ ഒരു ഫോൺ കയറ്റി വെക്കാനായിട്ട് പറ്റില്ല കേട്ടോ, ഒരു ബന്ധവുമില്ല. ഇതിൻ്റെ ഒരു സ്പെക്ക് നോക്കുകയാണെങ്കിൽ 6.1 ഇഞ്ച് വരുന്ന OLED ഡിസ്പ്ലേ വരുന്നുണ്ട്. ആപ്പിൾ 16 സീരീസിൽ വരുന്ന A18 ബയോണിക് എന്ന് പറയുന്ന പ്രോസസ്സർ വരുന്നുണ്ട്. ആപ്പിൾ ഇൻ്റലിജൻസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ നോച്ച് വരുന്നുണ്ട്. അലൈഡ് സ്ലൈഡർ മാറി ആക്ഷൻ ബട്ടൺ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സെറ്റപ്പാണ് ഇത് വരുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ പ്രൈസ് കൂടി കേട്ടപ്പോൾ 60,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ആ ഒരു പ്രൈസിന് നിങ്ങൾ ഈ ഒരു ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോളൂ. എൻ്റെ നമ്പറോ ഇൻസ്റ്റാഗ്രാം ID ഒക്കെ നിങ്ങൾക്ക് ഇവിടെ തപ്പിക്കഴിഞ്ഞാൽ കിട്ടും. ഈ 60,000 രൂപയ്ക്ക് ഞാൻ നിങ്ങൾക്ക് ഐഫോൺ 16 ഫ്രഷ് പൊട്ടിക്കാത്തത്, ആക്ടിവേറ്റ് ചെയ്യാത്തത് ഞാൻ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരാം വിത്ത് 1 ഇയർ വാറണ്ടി. അതല്ലാതെ ഒരാളും യാതൊരു കാരണവശാലും ഐഫോൺ 16e എന്ന് പറയുന്ന ആ ഒരു ഫോൺ 60,000 രൂപ കൊടുത്തിട്ട് വാങ്ങരുത്. അതിനേക്കാളും എത്രയോ ബെറ്റർ ആണ് ഒരു 20,000 രൂപയുടെ അല്ലെങ്കിൽ 25,000 രൂപയുടെ ഒരു ആൻഡ്രോയിഡ് ഫോൺ എടുക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. കാരണം അത്രയും മോശമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. 48 മെഗാ പിക്സലിൻ്റെ ഒരൊറ്റ ക്യാമറയാണ് പുറകിൽ കൊടുത്തിട്ടുള്ളത്. 12 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറ വരുന്നുണ്ട്. അതിൽ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഈ പറയുന്ന 20,000 രൂപയ്ക്ക് ഉള്ള ഫോണുകളിൽ കിട്ടുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ഈ പറയുന്ന ഐഫോൺ 16e കിട്ടുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും ആക്രാന്തം എന്ന് പറയില്ലേ, ആക്രാന്തം. ആ ഒരു രീതിക്കുള്ള ഒരു പ്രൈസിങ് ആണ് ഇത്തവണ കൊടുത്തിട്ടുള്ളത്. പിന്നെ ആപ്പിളിൻ്റെ സ്വന്തം ഇൻഹൗസ് മോഡായിട്ടുള്ള C1 ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബട്ട് സ്റ്റിൽ ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ഒട്ടും വാല്യൂ ഫോർ മണി അല്ല. ഓരോ രാജ്യങ്ങളിലെയും പ്രൈസ് ലിസ്റ്റ് ഞാനിവിടെ കൊടുക്കാം. എല്ലാ രാജ്യങ്ങളിലും നോക്കിയാലും ഈ പറയുന്ന 50,000 രൂപയ്ക്ക് മുകളിൽ തന്നെയാണ് നിൽക്കുന്നത്. സ്റ്റിൽ നിങ്ങൾക്ക് 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഐഫോൺ 16e എന്ന് പറയുന്നത് പോട്ടെ, ഒരു 30,000 രൂപയ്ക്ക് കിട്ടിയാൽ പോലും വെർത്തല്ല. എന്നാലും ആപ്പിൾ എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിനെ കണക്കാക്കിയിട്ട് 30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ കിട്ടുകയാണെങ്കിൽ, ഐഫോൺ 16e എന്ന് പറയുന്ന മോഡൽ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാം. അതല്ലാതെ അതിൽ കൂടുതൽ 1 രൂപ പോലും കൊടുത്തിട്ട് ഈ ഒരു ഫോൺ വാങ്ങരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഐഫോൺ 16e എന്ന് പറയുന്ന മോഡൽ ലോഞ്ച് ചെയ്തതോടുകൂടിയിട്ട് 2022 ലോഞ്ച് ചെയ്ത ഐഫോൺ SE അത് ആപ്പിൾ ഒഫീഷ്യലി ഡിസ്കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. സോ അതിന് പകരമായിട്ടാണ് ഈ ഒരു ഐഫോൺ 16e എന്ന് പറയുന്ന മോഡൽ വന്നിട്ടുള്ളത്. ഈ വർഷം വരാനിരിക്കുന്ന ഐഫോൺ 17 സീരീസിലെ ഐഫോൺ 17 എയർ ആൻഡ് 17 Pro എന്ന് പറയുന്ന 2 മോഡൽ ഫോണുകളുടെയും റെൻഡേഴ്സ് ലീക്ക് ആയിട്ടുണ്ട്. അതുവഴി അതിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ കാണാം. ഐഫോൺ 17 എയർ എന്ന് പറയുന്ന മോഡൽ ഒരു വെറൈറ്റി ലുക്ക് തോന്നുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ മുൻ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഐഫോൺ 17 Pro എന്ന് പറയുന്ന ഫോണിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഭയങ്കര വിയേർഡായിട്ടുണ്ട്. ഈ ഒരു ഡിസൈനിൽ ഒരു കാരണവശാലും ആപ്പിൾ ഫോൺ ഇറക്കരുതേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഭയങ്കര ബോറായിട്ടുണ്ട്. ഒരു പോക്കോ ഫോണൊക്കെ കാണുന്ന പോലെ ഉണ്ട് അതിൻ്റെ ബാക്ക് ഡിസൈൻ കാണാനായിട്ട്. സോ ഈ ഒരു ഡിസൈൻ ആയിരിക്കില്ല എന്ന് വിചാരിക്കാം. ആൻഡ്രോയിഡ് ഫോണുകളിൽ മാത്രം കിട്ടുന്ന സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന AI ഫീച്ചർ ഉണ്ടല്ലോ, ഇനി മുതൽ നമുക്ക് ഐഫോൺസിലും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണെന്നല്ലേ, അതായത് ഗൂഗിൾ ക്രോം അതേപോലെ ഗൂഗിളിൻ്റെ ആപ്പൊക്കെ നമ്മൾ ഐഫോണിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഈ പറയുന്ന സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ആ ഒരു അപ്ഡേറ്റ് ഈ പറയുന്ന ഗൂഗിൾ ക്രോമിലും ഗൂഗിളിൻ്റെ ആപ്പിലും ഐഫോണുകൾക്ക് വേണ്ടിയിട്ട്, iOSന് വേണ്ടിയിട്ട് ഗൂഗിൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലാവ എന്ന് പറയുന്ന ഇന്ത്യൻ കമ്പനിയുടെ സൈഡിൽ നിന്ന് പ്രോ വാച്ച് X എന്ന് പറയുന്ന ഒരു സ്മാർട്ട് വാച്ച് ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 1.43 ഇഞ്ച് വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡിസ്പ്ലേക്ക് ഗോറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഡിസൈനാണ്. നല്ല ഒരു പ്രീമിയം ലുക്ക്, നല്ലൊരു ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ 2 വർഷത്തെ വാറണ്ടി ഈ ഒരു ഫോണിന് വേണ്ടിയിട്ട് ലാവ ഓഫർ ചെയ്യുന്നുണ്ട്. എനിവേ ഫ്ലിപ്കാർട്ടിൽ നിന്നും മറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നൊക്കെ നമുക്കിത് വാങ്ങാനായിട്ട് സാധിക്കും. ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 3,999 രൂപയ്ക്കാണ്. നോയ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ സൈഡിൽ നിന്ന് മാസ്റ്റർ ബഡ്സ് എന്ന് പേരിട്ടിരിക്കുന്ന ഒരു പ്രീമിയം TWS ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബോസ് എന്ന് പറയുന്ന കമ്പനിയുമായിട്ടുള്ള ഒരു കൊളാബറേഷനിലാണ് ഇത് വരുന്നത്. അതായത് ബോസിൻ്റെ സൗണ്ട് ട്യൂണിംഗ് ആണ് ഇതിൽ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സൗണ്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. എനിവേ ഇതൊരു പ്രീമിയം പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ സ്പേഷ്യൽ ഓഡിയോ വരുന്നുണ്ട്, അഡാപ്റ്റീവ് ANC കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 7,999 രൂപയ്ക്കാണ്. നോയ്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്, ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇവിടെ നിന്നൊക്കെ
നമുക്ക് ഈ ഒരു മാസ്റ്റർ ബഡ്സ് എന്ന് പറയുന്ന TWS വാങ്ങാനായിട്ട് സാധിക്കും. ലാസ്റ്റ് ന്യൂസിൽ നമ്മൾ പറഞ്ഞ പോലെ ലാസ്റ്റ് വീക്ക് OnePlusന്റെ സൈഡിൽ നിന്നുള്ള വാച്ച് 3 ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ചൈന മാത്രമല്ല കേട്ടോ, US അങ്ങനെ 1-2 രാജ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പല രാജ്യങ്ങളിലും ഇതിൽ കൊടുത്തിരിക്കുന്ന ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യില്ല. അതായത് ECG അമേരിക്കയിൽ സപ്പോർട്ട് ചെയ്യില്ല, ചൈനയിൽ മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെ പല കാര്യങ്ങളും വരുന്നുണ്ട്. എനിവേ എന്നെ ഞെട്ടിച്ച കാര്യം എന്താണെന്ന് അറിയൂ, ഇതേ സെയിം വാച്ച് ഓപ്പോ വാച്ച് X2 എന്ന് പേര് മാത്രം മാറ്റിയിട്ട് ഒരു സ്ട്രാപ്പിൻ്റെ 1-2 കളർ കൂടി കൂടുതൽ ഇറക്കിയിട്ട് ഓപ്പോയും ലാസ്റ്റ് വീക്ക് തന്നെ ചൈനയിൽ പുറത്തിറക്കിയിട്ടുണ്ട്. പ്രൈസ് കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് വരുന്നത്. പിന്നെ ഇന്ത്യയിൽ ഈ പറയുന്ന 2 വാച്ചും വന്നിട്ടില്ല. സോ വരട്ടെ, അപ്പം നോക്കാം. എന്തായാലും ഒരേ ഡിസൈനിൽ, ഒരേ സ്പെക്കിൽ, ഒരേ സോഫ്റ്റ്വെയറിൽ ഓപ്പോയുടെ സൈഡിൽ നിന്നും OnePlusന്റെ സൈഡിൽ നിന്നും 2 വാച്ചുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. റിയൽമിയുടെ സൈഡിൽ നിന്നുള്ള P3 Pro എന്ന് പറയുന്ന ഫോണും ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ ഗ്ലോ ചെയ്യുന്ന പറയുന്നത്, നമ്മൾ ഇരുട്ടത്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ തിളങ്ങുന്ന ഒരു ഡിസൈൻ ആയിരിക്കും. നമ്മളത് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ മുൻ ന്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്നാപ്ഡ്രാഗൺ 7S Gen 3 എന്ന് പറയുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രോസസർ തന്നെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. എനിവേ ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് 24,999 രൂപയാണ്. ലോഞ്ചിങ് ഓഫറായിട്ട് മറ്റേ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഒരെണ്ണം ഇത് വാങ്ങി ഉപയോഗിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക. റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് അറിയിച്ചോളൂ. ഓക്കെ, അപ്പോൾ റിയൽമിയുടെ സൈഡിൽ നിന്ന് P3 Pro എന്ന് പറയുന്ന ഫോൺ 24,999 രൂപയ്ക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതേ ഒരു ഇവന്റിൽ തന്നെ റിയൽമി P3X എന്ന് പറയുന്ന ഒരു ഫോണും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. Dimensity 6400 എന്ന് പറയുന്ന പുതിയൊരു പ്രോസസ്സറാണ് ഇതിനെ പവറപ്പ് ചെയ്യുന്നത്. IP69 ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മിലിറ്ററി ഗ്രേഡ് ഡ്യൂറബിലിറ്റി ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എനിവേ ഇതിൻ്റെ ഒരു പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 14,999 രൂപ മുതലാണ്. ലോഞ്ചിങ് ഓഫറായിട്ട് 1000 രൂപയുടെ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ റിയൽമിയുടെ സൈഡിൽ നിന്ന് P3 Pro എന്ന് പറയുന്ന ഒരു ഫോണും P3X എന്ന് പറയുന്ന മറ്റൊരു ഫോണും ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ സാംസങ്ങിന്റെ സൈഡിൽ നിന്ന് Galaxy A06 എന്ന് പറയുന്ന 10,000 രൂപയ്ക്ക് താഴെ വില വരുന്ന ഒരു 5G ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. Dimensity 6300 എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഇതിനെ പവറപ്പ് ചെയ്യുന്നത്. IP54 ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 4 വർഷത്തെ മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഈ ഒരു ഫോണിൽ സാംസങ് ഓഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അവരുടെ ലേറ്റസ്റ്റ് UI ആയിട്ടുള്ള One UI 7 ആണ് ഔട്ട് ഓഫ് ദി ബോക്സ് ഈ ഒരു ഫോണിൽ കിട്ടുന്നത്. ഇതിന്റെ ഒരു പ്രൈസ് വരുന്നത് 4GB RAM 128GB ഇന്റേണൽ മെമ്മറിക്ക് 9,999 രൂപ, 6GB RAM 128GB ഇന്റേണൽ മെമ്മറിക്ക് 11,500. അങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോൺ അതുപോലെ മറ്റ് വെബ്സൈറ്റിൽ നിന്നൊക്കെ ഈ ഒരു ഫോൺ വാങ്ങാനായിട്ട് സാധിക്കും. ഒരുപാട് ആളുകളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള V സീരീസിൽ വിവോ V50 എന്ന് പറയുന്ന മോഡൽ കൂടി ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ V40 ആയിട്ട് കാര്യമായിട്ടുള്ള ചേഞ്ച് ഒന്നും തന്നെ ഇല്ല. ഓൾമോസ്റ്റ് സെയിം സ്പെക്കി തന്നെയാണ് വരുന്നത്. നമുക്കിവിടെ ഒരു ക്വാഡ് കർവ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 4 സൈഡിൽ നിന്നും ചെറിയൊരു കർവേച്ചർ വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ്. സ്നാപ്ഡ്രാഗൺ 7 Gen 3 ആണ് പ്രോസസ്സർ വരുന്നത്. സൈസുമായിട്ടുള്ള കൊളാബറേഷൻ തന്നെയാണ് ക്യാമറ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത്. എനിവേ ഈ ഒരു ഫോണിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 34,999 രൂപ മുതലാണ്. ഇപ്പോൾ V40യുടെ പ്രൈസ് നോക്കുകയാണെങ്കിലും സെയിം പ്രൈസ് തന്നെയാണ്, 35,000 തന്നെയാണ് V40യുടെ പ്രൈസും കാണിക്കുന്നത്. സോ ഏത് ഫോൺ വേണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്. എന്തായാലും വിവോ V50 എന്ന് പറയുന്ന മോഡൽ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓപ്പോയുടെ സൈഡിൽ നിന്ന് ഓപ്പോ Find N5 എന്ന് പറയുന്ന ഫോൾഡബിൾ ഫോൺ ലാസ്റ്റ് വീക്ക് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിന്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കട്ടി കുറഞ്ഞ, ഏറ്റവും തിന്നായിട്ടുള്ള ഫോൾഡബിൾ ഫോണാണ് ഓപ്പോ Find N5 എന്ന് പറയുന്നത്. ഇതൊരു പ്രീമിയം ഫോണാണ്. അതുകൊണ്ട് തന്നെ സ്നാപ്ഡ്രാഗൺ 8Elite എന്ന് പറയുന്ന ലേറ്റസ്റ്റ് പവർഫുൾ പ്രോസസർ തന്നെയാണ് ഇതിനെ പവറപ്പ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് AI ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഏകദേശം 1.5 ലക്ഷം രൂപയോളാണ് ഇതിൻ്റെ ഇന്ത്യൻ പ്രൈസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ വരുന്നത്. ഈ ഒരു ഫോൺ ഇന്ത്യയിലോട്ട് ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടില്ല, വരുമെന്ന് തന്നെയാണ് പറയുന്നത്. ഈ ഓപ്പോ Find N5 എന്ന് പറയുന്ന മോഡൽ അവർ കൊണ്ടുവന്നപ്പോൾ അതിൽ O+ കണക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു പുതിയൊരു ഫീച്ചർ കൂടി ഓപ്പോ കളർവൈസിൽ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളുടെ മാക്കിലുള്ള ഡാറ്റ വയർലെസ് ആയിട്ട് തന്നെ ഈ പറയുന്ന ഓപ്പോ Find N5 ആയിട്ട് നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനും റിമോട്ട്ലി നമ്മളുടെ മാക്ക് കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ട് ഈ ഓപ്പോ Find N5 കൊടുത്തിരിക്കുന്ന O+ കണക്ടിവിറ്റി എന്ന് പറയുന്ന ഫീച്ചർ യൂസ് ചെയ്തിട്ട് സാധിക്കും. 8 സെക്കൻഡ് കൊണ്ട് 1.5 GB ഡാറ്റയോ അത്രയും സ്പീഡായിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഒരുപാട് ഫീച്ചേഴ്സുമായിട്ട് ഓപ്പോയുടെ സൈഡിൽ നിന്ന് തിന്നസ്റ്റ് ഫോൾഡബിൾ ഫോൺ ആയിട്ടുള്ള ഓപ്പോ Find N5 ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. റെഡ് മാജിക് 10 Pro എന്ന് പറയുന്ന ഫോണിന്റെ ഗോൾഡൻ സാഗ എഡിഷൻ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ എഡിഷൻ ലാസ്റ്റ് വീക്ക് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. പക്ഷെ എത്രയൊക്കെ വാദോരാതെ പറഞ്ഞാലും ഈ ഒരു ഫോൺ ഇന്ത്യയിലോട്ട് വരാനായിട്ട് പോകുന്നില്ല. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ 11 ലെയർ കൂളിംഗ് സിസ്റ്റം ആണ് കൊടുത്തിട്ടുള്ളത്. അത് ഗോൾഡും സിൽവറും കൂടി മിക്സ് ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക സംഭവമൊക്കെയാണെന്നാണ് പറയുന്നത്. നമ്മൾ എത്രയൊക്കെ ഇൻറ്റൻസ് ആയിട്ട് ഈ ഒരു ഫോൺ ഉപയോഗിച്ചാലും, ഗെയിം കളിക്കാനാണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും എങ്ങനെയൊക്കെ നോക്കിയാലും ഇത് ഹീറ്റ് ആവില്ല എന്നുള്ളതാണ് ന്യൂസിൽ വായിച്ചത്. അതേപോലെ ഇതിൻ്റെ ലുക്ക് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക ലക്ഷറി ഡിസൈനിലാണ് വന്നത്. ആ ഒരു ബ്ലാക്ക് കളറിൽ ഗോൾഡൻ
ടോൺ ഉണ്ടല്ലോ ഒക്കെ നല്ല രസമായിട്ടുണ്ട്. എനിവേ റെഡ് മാജിക് 10 പ്രോന്റെ ഒരു ഗോൾഡൻ സാഗ എഡിഷൻ ലാസ്റ്റ് വീക്ക് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോൺ ഇന്ത്യയിലോട്ട് വരില്ല. വിവോയുടെ സൈഡിൽ നിന്ന് T4X എന്ന് പറയുന്ന ഒരു ഫോൺ അധികം വൈകാതെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഇതിന്റെ BAA സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ കമ്മിങ് സൂൺ ടീസർ ഓൾറെഡി ഫ്ലിപ്കാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. സോ വിവോയുടെ സൈഡിൽ നിന്ന് 15,000 രൂപയ്ക്ക് താഴെ T4X എന്ന് പറയുന്ന ഫോൺ മാർച്ച് മാസത്തിൽ തന്നെ ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യാം. മാർച്ച് 4-ാം തീയതി നത്തിങ്ങിന്റെ സൈഡിൽ നിന്ന് നത്തിങ് ഫോൺ 3A, നത്തിങ് ഫോൺ 3A Pro എന്ന് പറയുന്ന 2 മോഡൽ ഫോണുകൾ ഗ്ലോബലി ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ 2 ഫോണുകളുടെയും ഡീറ്റെയിൽഡ് റെൻഡേഴ്സ് കാര്യങ്ങളൊക്കെ ഡിസൈൻ കാര്യങ്ങളൊക്കെ ലീക്ക് ആയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ആ ഒരു വെറൈറ്റി ഡിസൈനൊക്കെ നല്ല താല്പര്യമാണ്. എന്തായാലും ഈ 2 ഫോണിൻ്റെയും പുറകിൽ ലൈറ്റ് കത്തുന്ന ഒരു സെറ്റപ്പ് തവണയും വരുന്നുണ്ട്. ഇതിൽ നത്തിങ് ഫോൺ 3Aയിൽ 32 മെഗാ പിക്സലിൻ്റെ ഒരു 2x ടെലിഫോട്ടോ ലെൻസും നത്തിങ് ഫോൺ 3A Proയിൽ 50 മെഗാ പിക്സലിൻ്റെ 3x ടെലിഫോട്ടോ ലെൻസും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ആദ്യമായിട്ടാണ് നത്തിങ് ഫോണുകളിൽ ഇത്തരത്തിലൊരു ടെലിഫോട്ടോ ലെൻസ് വരാനായിട്ട് പോകുന്നത്. സോ നത്തിങ് രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണ് മാർക്കറ്റ് പിടിച്ചെടുക്കുക എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യം തന്നെയാണ്. കാരണം ആ ഒരു OnePlusന്റെ പൊസിഷൻ ഉണ്ടല്ലോ അത് അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അതേപോലെ ഈ ഒരു നത്തിങ് OS 3 ഉണ്ടല്ലോ അതും അതിഗംഭീരമാണെന്നാണ് പറയുന്നത്. ഒരുപാട് AI ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ 2 മോഡലുകൾ നത്തിങ് ഫോൺ 3Aയിലും 3A Proയിലും ഔട്ട് ഓഫ് ദി ബോക്സ് നത്തിങ് OS 3യും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ 2 ഫോണുകളുടെയും ഡീറ്റെയിൽഡ് റിവ്യൂ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും. സോ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതിൽ ഈ ഒരു നത്തിങ് ഫോൺ 3Aക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത് 25,000-ന് ചുറ്റിപ്പറ്റിയാണ്. നത്തിങ് ഫോൺ 3A Proക്ക് 30,000-ന് ചുറ്റിപ്പറ്റി. അങ്ങനെയൊക്കെയാണ് പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് മാർച്ച് 4-ാം തീയതി ബാക്കി ഇതിന്റെ ഡീറ്റെയിൽ ഫുൾ ആയിട്ട് അറിയാം. സോ അത്രയൊക്കെയാണ് ഈ ഒരാഴ്ചത്തേക്ക് വേണ്ടി ഞാൻ തപ്പിപ്പിടിച്ച ന്യൂസുകൾ. വേറെ എന്താ, ഇനി നിങ്ങൾക്ക് റിയൽമി P3 Pro, അതേപോലെ റിയൽമി P3X, സാംസങ് ഗാലക്സി F06 അല്ലെങ്കിൽ A06 ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് അറിയിക്കാം. ഇനി ഇതല്ലെങ്കിൽ ഏത് ഫോണിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാം. അപ്പോൾ ഞാൻ മാക്സിമം ചെയ്യാനായിട്ട് നോക്കാം. വേറെ എന്താ, നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.